മഹാരാജ ജുവലറി, പേരൂർക്കട, തിരുവനന്തപുരം. ശിവകാമി ഇപ്പോൾ മത്സരവേദിയിൽ. ഏറ്റവും വലിയ കാർഷിക വ്യാപാര സാംസ്കാരിക മേളയായ പാലോട് മേളയുടെ കാർഷിക പെരുമയറിഞ്ഞ് കോഴിക്കോട് നിന്ന് എത്തിയിട്ടുള്ള മത്സരാർത്ഥിയാണ് അടുത്തതായി മത്സരിക്കാൻ വേദിയിലെത്തുന്നത്. ഒരു കയ്യടി പോരാ, 1000 കയ്യടിയോട് ക്ഷണിക്കുന്നു ദിയ. കോഴിക്കോട് നിന്ന് 2 വയസ്സുകാരി ദിയയാണ് അടുത്ത മത്സരവേദിയിലെത്തുന്നത്. ദിയ. നൽകിയിട്ടുള്ള ലിസ്റ്റിലെ അവസാനത്തെ മത്സരാർത്ഥി അസ്ന ഫാത്തിമ. ഇടക്കോളനിയിൽ നിന്നുള്ള 1.5 വയസ്സുകാരി അസ്ന ഫാത്തിമ. 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 പ്രിയമുള്ളവരെ, 7 മാസമുള്ള ആഷ്ന മോളാണ് അതാ വീണ്ടും മത്സരിക്കാൻ എത്തുന്നത്. ആഷ്ന മോളാണ് അടുത്ത മത്സരാർത്ഥി. തറയിൽ നിർത്താൻ കഴിയാത്തത്ര പ്രായമുള്ളതിനാൽ ആഷ്നയെ ഒക്കത്തെടുത്തുകൊണ്ടേ മത്സരിപ്പിക്കുക സാധ്യമായിട്ടുള്ളൂ. പ്രിയ ജഡ്ജസ് മാർക്ക് വിലയിരുത്തുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആഷ്ന. ഷാ. ചുള്ളിമാനിൽ നിന്നുള്ള മുഹമ്മദ് ഷായാണ് മത്സരവേദിയിൽ. പ്രിയമുള്ളവരെ, 30 കുട്ടികൾ പങ്കെടുത്ത മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ജഡ്ജസിന് 34 മത്സരാർത്ഥികൾ മാറ്റുരച്ച പുഞ്ചിരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി മുതിർന്നവർക്കുള്ള 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ പുഞ്ചിരി മത്സരമാണ്. ആ സമയത്തിനുള്ളിൽ ദയവായി ജഡ്ജ് എവിടെയെങ്കിലും ഒന്ന് കൂടിച്ചേർത്ത മാർക്കുകൾ ഒന്ന് ടോട്ടൽ ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി വേദിയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള മത്സരമാണ് വേദിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ശ്രീ കുട്ടപ്പൻ സാറാണ്. കുട്ടപ്പൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ആദ്യ മത്സരാർത്ഥിയായി ആദ്യം വേദിയിലെത്തുന്നത് കുട്ടപ്പൻ സാറാണ്. കുട്ടപ്പൻ സാറിന്റെ പുഞ്ചിരിയോടുകൂടിയാണ് പുഞ്ചിരി മത്സരം ആരംഭിക്കുന്നത്. മുതിർന്നവരുടെ പുഞ്ചിരി മത്സരം ആരംഭിക്കുന്നത് കുട്ടപ്പൻ സാറിന്റെ. എന്താ ഇത്, ഒരു നല്ല പ്രതികരണമല്ലല്ലോ. കയ്യടി ഒന്നുകൂടി പോരട്ടെ. അടുത്ത മത്സരാർത്ഥി, രണ്ടാമതായി വേദിയിലെത്തുന്ന മത്സരാർത്ഥി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിരകാല പരിചിതനായ ശ്രീ ഓർമ്മ രവീന്ദ്രൻ. 66ന്റെ നിറവിൽ നിൽക്കുന്ന ശ്രീ ഓർമ്മ രവീന്ദ്രനാണ് അടുത്ത മത്സരാർത്ഥി. അടുത്ത മത്സരാർത്ഥി മൂന്നാമതെത്തുന്നു. ഓർമ്മ രവീന്ദ്രനെ പോലെ തന്നെ പാലോടുകാരുടെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ സ്വപ്ന സോമൻ. 64ന്റെ നിറവിൽ നിൽക്കുന്ന ശ്രീ സ്വപ്ന സോമൻ. ശ്രീ സ്വപ്ന സോമന്റെ പിന്നാലെ വേദിയിലെത്തുന്നു 69ന്റെ നിറവിൽ നിൽക്കുന്ന തബല വായനയിൽ പാലോടുകാരുടെ പ്രിയങ്കരനായി തീർന്നിരുന്ന ശ്രീ മാധവൻ അടുത്തതായി മത്സരവേദിയിലെത്തുന്നു. ശ്രീ മാധവൻ നായർ മത്സരവേദിയിൽ.
റോസമ്മ നമ്മുടെ പിന്നെ നെയ്യാറ്റിൻകര അല്ലെ വാവോട് നിന്നും എത്തിയ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ റോസമ്മയാണ് മത്സരവേദിയിൽ. ഒരു വലിയ കയ്യിലെടുത്ത് ആദ്യമായി എത്തുന്ന അമ്മയാണ്. ഇത്രയും ചേട്ടന്മാരെയൊക്കെ വളരെ പിന്നിലാക്കൊണ്ട് നിലാവിന്റെ നല്ല നനുത്ത സ്പർശമുള്ള പുഞ്ചിരിയുമായി എത്തിയ റോസമ്മയ്ക്ക് പാലോട് മേളയുടെ നിറഞ്ഞ കയ്യടി. അപ്പോ 60 പിന്നിട്ട് അവരുടെ മത്സരം വേദിയിൽ അവസാനിക്കുകയാണ്. ടീച്ചർ കൂടി, നമ്മുടെ കുട്ടപ്പ സാറിന്റെ ഭാര്യ ടീച്ചർ കൂടി അക്ഷരവെട്ടം പകർന്ന പാലോടിന്റെ 1000 ഉണ്ണികൾക്ക് അക്ഷരവെട്ടം പകർന്ന ടീച്ചറുടെ നിറഞ്ഞ പുഞ്ചിരി ഒരിക്കൽ കൂടി പാലോടുകാർ കാണാൻ കാത്തിരിക്കുന്നു. ടീച്ചറിന്റെ ചിരി. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന മുറയ്ക്ക് തന്നെ വളരെ പെട്ടെന്ന് വേദിയിലെത്തുക. ഇതിൽ ഇപ്പോൾ മേള കമ്മിറ്റി ഭാരവാഹികളായ ശ്രീ മനേഷ് ജി നായർ, പാലോട് സന്തോഷ്, പാപ്പൻകോട് ഹിദായത്ത്, പേരൂർക്കട മഹാരാജ ജ്വല്ലറിക്ക് വേണ്ടി ശ്രീ ഷിബു, ജിജീഷ് തുടങ്ങിയവർ ചേർന്ന് ഈ മത്സരവേദിയിൽ സമ്മാനങ്ങൾ നൽകുന്നു. ആരിഫ്. ഓർമ്മ ഡിജിറ്റൽ സ്റ്റുഡിയോ എടുത്ത ഫോട്ടോകൾ കൂടി ഈ വേദിയിൽ നൽകുന്നതാണ്. ദയവായി അതാത് ഫോട്ടോകൾ ആരെന്ന് കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളുക. ഇപ്പോൾ സുജിത്ത് ആ ഫോട്ടോകൾ നൽകുന്നതാണ്. 50-ാം വർഷത്തിലെത്തിയിരിക്കുന്ന പാലോട് മേളയ്ക്ക് പേരൂർക്കട മഹാരാജ ജ്വല്ലറി ആൻഡ് കളർ ലാബിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മേള കമ്മിറ്റിയും മഹാരാജ ജ്വല്ലറിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള പുഞ്ചിരി മത്സരത്തിൽ ഇക്കൊല്ലം മുതിർന്നവർക്ക് കൂടിയുള്ള മത്സരങ്ങളിലൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിനുപരിയായി ഒരു പങ്കാളിത്തം എന്നുള്ള നിലയിൽ ഈ വേദിയിലെത്തി നമ്മൾ എല്ലാവരെയും ചിരിപ്പിച്ച മുതിർന്ന ആളുകൾക്ക് കൂടിയുള്ള സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നു. സ്നേഹപൂർവ്വം ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് മേള കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. റിസൾട്ടിന് ഒരു 2 നിമിഷം കൂടി താമസമുണ്ട്. മത്സരാർത്ഥികളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നുകൊണ്ടാണ്. എന്നാൽ മുതിർന്നവരുടെ പുഞ്ചിരി മത്സരം 60 മിനിറ്റ് അവരുടെ പുഞ്ചിരി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. കൈകൾ എല്ലാവരും നല്ല ഉഷാറാക്കി വെച്ചുകൊള്ളുക. വളരെ വലിയ കയ്യടിയാണ് ആവശ്യം. ജഡ്ജസിന്റെ അന്തിമമായ തീരുമാനമാണ്. മത്സരിച്ച 6 പേരിൽ ഒന്നാം സ്ഥാനം ശ്രീ കുട്ടപ്പൻ. ശ്രീ കുട്ടപ്പനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി പേരൂർക്കട മഹാരാജയ്ക്ക് വേണ്ടി ശ്രീ ഷിബുവിനെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ കുട്ടപ്പൻ. മറ്റുള്ളവർക്കെല്ലാം തുല്യമായ മാർക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. പേരൂർക്കട മഹാരാജ ജ്വല്ലറിയുടെയും പാലോട് മേളയുടെയും അഗൈതമായ നന്ദിയും കടപ്പാടും അവർക്ക് അറിയിച്ചുകൊള്ളുന്നു. ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് പ്രത്യേക നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. ശ്രീ റോസമ്മയും ഇപ്പോൾ സമ്മാനം ഏറ്റുവാങ്ങുന്നു. അടുത്തായി കുട്ടികളുടെ റിസൾട്ട് കൂടി പറയാറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുട്ടികളുടെ ഒരു സമ്മാനം മാത്രമാണ് നൽകുന്നത്. അവർക്ക് പ്രോത്സാഹനമായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. 1ാം സമ്മാനത്തിന് 4ാം സമ്മാനത്തിന് അർഹതപ്പെട്ടിരിക്കുന്നത് ആദിത്യയാണ്. 4ാം സമ്മാനം ആദിത്യയെ വേദിയിലേക്ക് ക്ഷണിക്കും. കയ്യടി പോരാ എന്നാ പറയുന്നത്. 3ാം സമ്മാനം അപൂർവ. 3ാം സമ്മാനം അപൂർവ. രണ്ടാം സമ്മാനം ഭദ്ര വി നായർ. 1ാം സമ്മാനം ഗൗരി. 1ാം സമ്മാനം ഗൗരി. ഏറ്റവും പ്രായം കുറഞ്ഞ 7 മാസക്കാരിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പ്രത്യേക സമ്മാനം ജിജീഷ് മഹാരാജ ജ്വല്ലറി ആൻഡ് കളർ ലാബിലെ ജിജീഷ് നൽകും.